ഞാൻ ഇനി വേറൊരു കഥ പറയാം. പണ്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് എന്തിനാണ് ഇത്രയും വലിയ മുതുകിൽ ഒരു മുഴ തന്നിരിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഇത് നമുക്കുള്ള ഭക്ഷണമാണ്, നമ്മുടെ എനർജിയാണത്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവ് കൂടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടകക്കുഞ്ഞ് ഒന്ന് പറഞ്ഞു, നമുക്ക് എന്തിനാണ് വലിയ കൺപീലികൾ തന്നേക്കണേ? അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മൾ ഈ മരുഭൂമി കൂടെ നടന്നു പോകുമ്പോഴേ കാറ്റ് വീശും, മണൽക്കാറ്റ്. ഈ മണൽക്കാറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനൊരു കഴിവ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ വീണ്ടും ഒരു കാര്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാ നീളം കൂടിയ കാലുകൾ തന്നിരിക്കണേന്ന്? അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മണൽ അതിൽ പൂണ്ടുപോകും നമ്മുടെ കാല്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന വലിയൊരു കഴിവാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ചോദിച്ചേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നാ ഈ മരുഭൂമിയിലേക്ക് പോകുന്നതെന്ന്? അവർ രണ്ടുപേരെ ഒരു മൃഗശാലയിലായിരുന്നു. നമ്മളും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കുറേ കഴിവുകളെ അടച്ചു വെച്ച് മൃഗശാലയിലേക്കും അടച്ചു വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ കഴിവുകൾ. ആ കഴിവുകളെ നമുക്കെടുത്ത് പ്രയോഗിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ഒന്നാമതെത്താനായിട്ട് സാധിക്കും. കാര്യം മരുഭൂമിയിലെത്തുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ എത്തുമ്പോഴേ അവർക്ക് അവരുടെ കഴിവിനെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളും. നമുക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റി വരുന്നോ അവിടെ നമ്മുടെ കഴിവിനെ പുറത്തെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ സക്സസ് ആയിരിക്കും. ബി ഹാപ്പി.